സമ്യക് ലക്ഷണം പറഞ്ഞല്ലേ നിരൂഹാവസ്ഥയുടെ. ഇനി നമ്മൾ അയോഗ ലക്ഷണമാണ് പറയുന്നത്. അതായത് നമ്മൾ വേണ്ടത്ര ഡോസിൽ നമ്മൾ നിരൂഹാവസ്ഥ അഡ്മിനിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ശ്ലോകം എന്താണ്? സ്യാത് ഋക്ഷിരോ ഹൃദ്ഗുദം വസ്തിലിംഗം ശോഫം പ്രതിഷ്യായ വികർത്തിക ഹൃല്ലാസ മാരുത മൂത്രസംഘ ശ്വാസോന സമ്യക് ച നിരൂഹിതേ സ്യൂ എന്നാണ് പറയുന്നത്. അതായത് ദർ വിൽ ബി പെയിൻ ഇൻ ശിരസ്, അതുപോലെ തന്നെ ഹൃദയഭാഗത്തും ഗുദഭാഗത്തും വസ്തിയിലും മേജർ റീജിയനിലും ഉണ്ടാവും പെയിന്. അതുപോലെ തന്നെ ശോഫം ഉണ്ടായിരിക്കും, എഡിമ ഉണ്ടായിരിക്കും, അതുപോലെ പ്രതിഷ്യായ ഉണ്ടായിരിക്കും, അതുപോലെ വികർത്തിക എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പരികർത്തികയാണ് കേട്ടോ. അതായത് ഫിഷർ പോലത്തെ അസുഖങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഹൃല്ലാസം നോസിയ, അതുപോലെ തന്നെ സംഘം ടു മാരുത, അതുപോലെ തന്നെ മൂത്ര എന്ന് എഴുതിയേക്കുന്നത് മാരുത മൂത്രമാണ്. ഹൃല്ലാസം അതുപോലെ സംഘം ഉണ്ടായിരിക്കും, അതായത് ഒബ്സ്ട്രക്ഷൻ ടു യൂറിനേഷനും അതുപോലെ തന്നെ ഫ്ലാറ്റുലൻസ് എന്നാണ് പറയുന്നത്. അതുപോലെ ശ്വാസവും എന്ന സമ്യക് ശ്വാസമുട്ടൽ ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതും ചരകംസിദ്ധി റെഫറൻസ് തന്നെയാണ്. അപ്പോൾ ഇതിൽ വന്നിട്ട് എന്താ പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു കോഡിൽ ആലോചിക്കുക, അയോഗം ചെയ്ത് കഴിഞ്ഞാൽ അത് അയോഗമായിട്ടുള്ള ഒരാൾക്ക് വരുന്നത് എന്താണ്? ആദ്യത്തെ ദിവസം അയാൾക്ക് നല്ല തലവേദനയും അതുപോലെ ഹൃദയഭാഗത്തുള്ള വേദനയാണ് വരിക. തലവേദനയും അതുപോലെ ചെസ്റ്റ് പെയിനും വന്നു എന്ന് ആലോചിക്കാം. പിറ്റേ ദിവസമായപ്പോഴത്തേക്ക് ആൾക്ക് ആ വേദന വസ്തിയിലും അതുപോലെ തന്നെ ഗുദത്തിലും വസ്തിയിലുമായി, അതായത് അടിഭാഗത്തോട്ട് ഇറങ്ങിയ വേദന. തലയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഹൃദയത്തിലോട്ടാണല്ലോ, തലയിൽ ഹൃദയം കിട്ടി, പിന്നെ നേരെ താഴത്തോട്ട് ഇറങ്ങിയിട്ട് ആ വേദന പിറ്റേ ദിവസം ഗുദത്തിലും വസ്തിയിലുമായി. പിറ്റേ ദിവസം നോക്കിയപ്പോഴത്തേക്ക് എന്താണ് അവിടെ ലിംഗം പോലെ, നമ്മൾ ജനറലി എന്താ പറയുക, ഇങ്ങനെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗന് സിമിലർ ആയിട്ടാണല്ലോ നമ്മൾ ലിംഗം എന്നുള്ളൊരു പ്രയോഗം പറയുന്നത്. അപ്പോൾ ലിംഗം പോലെ ശോഫം സംഭവിച്ചിരിക്കുക, അത് വീർത്തിരിക്കുകയാണ്. ഇങ്ങനെ പിറ്റേ ദിവസമായപ്പോഴേക്ക് നന്നായിട്ട് വീർത്ത് ശോഫം പോലെ ഇരിക്കുകയാണ്, ലിംഗം പോലെ ശോഫമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഇയാൾ പെട്ടെന്ന് എന്താണ് പ്രീതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡോക്ടറെ, പ്രതിഷ്ഠായ എന്ന് കിട്ടാൻ വേണ്ടി പ്രീതി നിർത്തട്ടോ, പ്രീതി എന്ന് പറഞ്ഞൊരു ഡോക്ടറെ കാണാൻ വേണ്ടി വേഗം പോയി. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞത് ചെക്ക് ചെയ്തിട്ടോ, അയ്യോ ഇത് വികർത്തിക എന്ന് പറഞ്ഞിട്ടുള്ളൊരു അസുഖമാണ്, വളരെ റെയറായിട്ട് വരുന്ന ഒരു അസുഖമാണ്, വികർത്തിക എന്ന് പറഞ്ഞൊരു അസുഖമാണ്. ഇതിൻ്റെ ചികിത്സ ഹൃല്ലാസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോസ്പിറ്റലിൽ മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾ അങ്ങനെ പഠിക്കുക, ഹൃല്ലാസം എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലാണ്, വികർത്തിക എന്ന് പറഞ്ഞൊരു അസുഖമാണ്. അപ്പോൾ ഭയങ്കര വിചിത്രമായിട്ടുള്ളൊരു അസുഖമാണ്, റെയറാണെന്നുള്ള രീതിയിൽ ഓർത്തിട്ടുണ്ടെങ്കിൽ വികർത്തിക കിട്ടൂല പേര്. അതുപോലെ ഹൃല്ലാസിക എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലോട് നിങ്ങൾ എത്രയും പെട്ടെന്ന് പോകണം, അവിടെയാണ് ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഉള്ളൂ എന്ന് പറയും. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് എന്താണ്, അപ്പോൾ അയാളിങ്ങനെ പറഞ്ഞു, എനിക്ക് ഇവിടെ നിന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് മതി, എനിക്ക് വേറെ എവിടെയും പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, നിങ്ങളിത് ഇനി ഇവിടെ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ള മാരുതവും അതുപോലെ മൂത്രത്തിന് കൂടി സംഘം വരും എന്ന് പറഞ്ഞു. അത് കേട്ടതിൽ അയാൾക്ക് ശ്വാസം മുട്ടൽ തുടങ്ങി. എന്നുവെച്ചാൽ അതുകൂടി കേട്ടപ്പോൾ ആകെ ബോധം പോയ അവസ്ഥ. അപ്പോൾ അതൊക്കെ ഭയങ്കര ശ്വാസം മുട്ടലോടെ തുടങ്ങിയപ്പോൾ വയ്യാണ്ടിയായിപ്പോയി. അപ്പോൾ അതാണ് അയോഗം. പിന്നെ അടുത്തത് വന്നിട്ട് അതിയോഗമാണ്. അതിയോഗം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എക്സസീവായിട്ടുള്ള അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന ഒരു കോംപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ അതിലെന്താ പറയുന്നത്, ലിംഗം യഥേവ അതിവിരേചിതസ്യ ഭവേ തദേവ അതിനിരൂഹിതസ്യ എന്നാണ്. അതിനിരൂഹത്തിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിവിരേചനത്തിന് സംഭവിക്കുന്ന സെയിം ലക്ഷണം തന്നെയാണെന്ന് പറഞ്ഞിട്ടാണ് ചരകാചാര്യൻ ആ ശ്ലോകം അവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ എക്സാമിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ശ്ലോകം എഴുതിയതിന് ശേഷം നിങ്ങൾ അതിവിരേചന ലക്ഷണം നിങ്ങൾ വിരേചന അധ്യായത്തിൽ പഠിച്ചിട്ടുള്ള ശ്ലോകം എടുത്ത് എഴുതണം. അതായത് കഫാസ്ത്ര പിത്തക്ഷയ ജാനയിലോത്ത് സുപ്തി അംഗമർദ്ദ ക്ലമം വേപനാദ്യ നിദ്ര ബലാഭാവ തമപ്രവേശ സോന്മാദ ഹിക്കശ്ച വിവേചിതേ ഇതി. ആ ഒരു ശ്ലോകം നിങ്ങൾ അപ്പം എടുത്ത് എഴുതുകയാണ് വേണ്ടത് കേട്ടോ. അപ്പം നിങ്ങൾ അവിടെ പഠിച്ചിട്ടുള്ള ആ ഒരു കോഡനെ അപ്ലൈ ചെയ്താൽ മതി ഇവിടെ ഈ ശ്ലോകം എഴുതുമ്പോഴും. അതിവിരേചിത ലക്ഷണമാണ് അതിനിരൂഹത്തിൻ്റെ നിങ്ങൾ ഈ ഒരു ലൈൻ ആദ്യം എഴുതുക, അതിനുശേഷം ചിലപ്പോൾ അതിയോഗം മാത്രം എടുത്ത് 3 മാർക്കിന് ചോദിക്കും. അപ്പം നിങ്ങൾ ജസ്റ്റ് ഈ ശ്ലോകം മാത്രം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, അതിവിരേചന ലക്ഷണം നിങ്ങൾ പഠിച്ചിട്ടുള്ളത് എടുത്ത് നിങ്ങൾ എഴുതുക. ഓക്കെ. അപ്പോൾ ഈ അയോഗം അതിയോഗം അതുപോലെ തന്നെ സുനിരൂഹ സമ്യക് ലക്ഷണം ഓരോന്ന് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എസ് സി ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ 5 മാർക്കിന് ചിലപ്പം നിരൂഹവസ്തി അഡ്മിനിസ്ട്രേഷൻ ചോദിക്കുമ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് നിങ്ങൾക്ക് എഴുതാനുള്ളതാണ് കേട്ടോ. ഒബ്സർവേഷൻ്റെ അണ്ടറിൽ വരുന്ന പോയിൻ്റാണ്. അപ്പോൾ നിങ്ങൾ ആ ഹെഡിങ് പോലെ തന്നെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ഒരു നിരൂഹവസ്തി കയ്യിലിരിക്കും. എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഈ ഹെഡിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് എഴുതിയാൽ മതി. അപ്പോൾ പല ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്കത് എഴുതാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഈ ഹെഡിങ്സ് നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. പൂർവ്വം പ്രധാനം അതുപോലെ തന്നെ പശ്ചാത്തലം നമ്മൾ പഠിക്കും. അങ്ങനെ ആ ഒരു ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന ഓരോ സബ് ഹെഡിങ്സിൻ്റെ അണ്ടറിൽ വരുന്നത് നിങ്ങൾ വായിച്ചു വയ്ക്കാം. ഓക്കെ. അപ്പോൾ ഇനി ഇതാണ് ഒബ്സർവേഷനിൽ വന്ന രണ്ടാമത്തെ പോയിന്റ്. ആദ്യം നമ്മൾ വസ്തി പ്രത്യാഗമനം പറഞ്ഞു, പിന്നെ അതിന് ശേഷം സമ്യക് യോഗം അയോഗമാണ് പറയുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കി പഠിക്കാം.